മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് പരിഭ്രാന്തനായ അച്ഛൻ ഫ്ലാറ്റ് ഉടമയെ വിവരമറിയിച്ചു. ഫ്ലാറ്റിലെത്തിയ ഉടമ കണ്ടത് പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്ന വാതിലാണ്. എന്നാൽ ഉള്ളിൽ നിന്നും വരുന്ന അസഹനീയമായ ദുർഗന്ധം അയാളിൽ സംശയമുണർത്തി. ഉടൻ തന്നെ അയാൾ അയൽക്കാരെ വിളിച്ചുകൂട്ടി. ആ വാതിൽ തകർത്ത് അകത്തു കയറി അടുക്കളയിലെ ആ കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് നടുങ്ങി. കത്തിക്കരിഞ്ഞ നിലയിൽ പലക്കിൻ്റെ മൃതദേഹം. ആ മുറിയിലാകെ പുകയും ദുർഗന്ധവും നിറഞ്ഞു നിന്നിരുന്നു. തുറന്നിട്ട ഗ്യാസ് സിലിണ്ടർ കണ്ടപ്പോൾ എല്ലാവരും കരുതിയത് പാചകത്തിനിടെയുണ്ടായ ഒരു അപകടം ആണെന്നാണ്. എന്നാൽ പോലീസെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതോടെ മയങ്ക് മെനഞ്ഞ കള്ളക്കഥയുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീണു. ഫോറൻസിക് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിരുന്നു, ജീവനുള്ള ഒരാൾ തീപിടിച്ച് മരിച്ചാൽ ശ്വാസകോശത്തിൽ പുകയും കാർബണും ഉണ്ടാകണം. എന്നാൽ പലക്കിൻ്റെ ശ്വാസകോശത്തിൽ അതില്ലായിരുന്നു. മാത്രമല്ല, അവളുടെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരുന്നതും തലയിലേറ്റ ആഴത്തിലുള്ള മുറിവുകൾ അത് ക്രൂരമായ ഒരു കൊലപാതകമാണെന്ന് അടിവരയിട്ടു.